രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര 13ാം ദിവസത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് യാത്രയുടെ ഭാഗമാകും. വെസ്റ്റ് ചമ്പാരനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ അഖിലേഷ് യാദവ്, ഹേമന്ത് സോറൻ, സുഖ്വീന്ദർ സുഖു എന്നീ നേതാക്കളും പങ്കെടുക്കും. യാത്ര തിങ്കളാഴ്ച പട്നയിൽ സമാപിക്കും. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഇന്നിപ്പോ 13ാമത്തെ ദിവസത്തിലേക്ക് എത്തുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ പല നേതാക്കൾ, ഓരോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഇവരെല്ലാവരും പങ്കെടുക്കുന്ന ഗംഭീര യാത്രയിലേക്ക്, ഇല്ലെങ്കിൽ അത്രയധികം ആളുകളെ പങ്കെടുപ്പിക്കുന്നതിലേക്ക് വോട്ടർ അധികാർ യാത്രയ്ക്ക് കടക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ബീഹാറിൽ ഇത്ര ദിവസം കൊണ്ട് എത്ര മാറ്റം യാത്ര ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഒരു മൈലേജ് എത്രത്തോളം അവിടെ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ യാത്രയുടെ വിശദാംശങ്ങളും തന്നെ വലിയ ജനപിന്തുണയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് 13ാം ദിവസവും ലഭിക്കുന്നത്. അല്പസമയം മുമ്പ് തന്നെ വെസ്റ്റ് ചമ്പാരനിൽ നിന്ന് യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം RJD നേതാവ് തേജസ്വി യാദവും കഴിഞ്ഞ 12 ദിവസമായി യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളും വോട്ടർ അധികാർ യാത്രയിൽ പങ്കുചേർന്നിരുന്നു. ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കൂടി യാത്രയിൽ പങ്കെടുക്കുമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും കർണാടകയിലെ മഹാദേവപുരയിലാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി തെളിവുകളടക്കം നിരത്തി വോട്ട് മോഷണം ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ കർണാടക മുഖ്യമന്ത്രി യാത്രയ്ക്ക് എത്തുന്നത് അത് കൂടുതൽ ശക്തി പകരും. കാരണം കൃത്യമായി കർണാടക മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുമ്പോൾ അത് ജനങ്ങളിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും യാത്ര ഇനി 2 ദിവസം കൂടി മാത്രമാണ് ഉള്ളത്. ആ 2 ദിവസത്തിന്റെ കൂടുതൽ ഇന്ത്യ സഖ്യ നേതാക്കൾ എത്തും. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എത്തും. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തുടങ്ങിയവരും യാത്രയിൽ പങ്കെടുക്കും. ഈ തിങ്കളാഴ്ച പട്നയിലാണ് യാത്ര സമാപിക്കുക. മെഗാ റാലിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ മെഗാ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന സാഹചര്യത്തിൽ കൃത്യമായി ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമാക്കി കൂടി ഈ യാത്ര മാറുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വോട്ടുകൾ പോയ, അല്ലെങ്കിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ RJDക്കും വോട്ടുകൾ നഷ്ടമായ മേഖലകൾ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് രാഹുലും അതുപോലെ തന്നെ തേജസ്വി യാദവും മുന്നോട്ട് പോകുന്നത്. വോട്ട് മോഷണം, അതുപോലെ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുമ്പോൾ സംസ്ഥാനത്തെ യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകളടക്കം നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഉയർത്തി അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് തന്നെയാണ് തേജസ്വി യാദവ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കൃത്യമായ തയ്യാറെടുപ്പുകൾ തന്നെ ഇന്ത്യ സഖ്യം നടത്തുന്നു. അതിനൊരു ശക്തി പ്രകടനമായി തന്നെയാണ് രാഹുലിന്റെ യാത്ര മാറുകയും ചെയ്യുന്നത്.